ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു തേങ്ങാക്കൊത്ത് കറിയാണ് കേട്ടോ. നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി കറിയാണ്. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് ഈ ഒരൊറ്റ കറി മതി നമുക്ക് അടിപൊളിയായിട്ട് ചോറിനാൻ പറ്റുമേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു തേങ്ങയുടെ ഒരു പകുതി മുറിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതധികം മൂത്ത് പോവാത്ത തേങ്ങയാണ്. ഇതിൻ്റെ തോട് തല്ലി കളഞ്ഞിട്ട് നമ്മളതിൻ്റെ പുറം ഭാഗത്തെ ആ കറുത്ത ഒരു കളറുള്ള സംഭവം ഒന്ന് ചിരകി കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 2-3 വെളുത്തുള്ളിയും അതുപോലെ ഒരു അല്പം സബോള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അധികം നേരമൊന്നും വേവിക്കണ്ട, കുറച്ച് നേരം വേകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലോണം വെന്ത് വരുവേ. ഇനി ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത് വേകുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടിയിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സബോള കനം കുറച്ചരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി ഇങ്ങെടുക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് വെന്തോന്ന് നോക്കാം. ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കഷ്ണം കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കി ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മളാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്കിനി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചാറ് പോലെ വെക്കുന്നവർക്ക് വെള്ളം ചേർക്കാം. ഞങ്ങളിവിടെ അത്ര ചാറാക്കുന്നില്ല, നമ്മൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ പുളിയെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.